an epicyclic gear train are arranged as shown in figure. ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ് ഒരു എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. How many revolutions does the arm to which pinion B and C are attached make? A makes one revolution clockwise. A ഒരു revolution clockwise ഉണ്ടാക്കുമ്പോൾ B makes half a revolution anti clockwise. അങ്ങനെ പറഞ്ഞിരിക്കുക. അതിന് അടുത്ത കണ്ടീഷൻ A makes one revolution clockwise, D വന്നിട്ട് ഫിക്സഡ് ആണ്. ഓക്കെ, ആമിന് പേര് ഇവർ കൊടുത്തിട്ടില്ല. നമുക്ക് ഇതിനൊരു എഫ് എന്ന് പറഞ്ഞു കൊടുക്കാം. ആം എഫ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ശരി. നമ്പർ ഓഫ് ടീത്ത് ഓഫ് ഗിയേഴ്സ് എ എന്ന് പറയുന്നത്, ഡി എന്ന് പറയുന്നത്, ടി എ എന്ന് പറയുന്നത് 40 പറയുന്നുണ്ട്. ടി ഡി എന്ന് പറയുന്നത് 90 പറയുന്നുണ്ട്. ടി എ 40 പറയുന്നുണ്ട്, ടി ഡി 90 പറയുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഒരു പാറ്റേൺ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ ടി ബിയും ഈ ബി എന്ന് പറയുന്ന ഗിയറും സി എന്ന് പറയുന്ന ഗിയറും എന്തോന്നാണ്? സെയിം ആണ്. ഏതെങ്കിലും ഒരു ഗിയർ എടുത്താൽ മതി. ബി എന്ന് പറയുന്ന ഗിയറും സി എന്ന് പറയുന്ന ഗിയറും സെയിം ആണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിനെ കൺസിഡർ ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഒരു ഡെമോ ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്തത്. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞ ബേസിക് ആ ഒരു രീതിയിലെല്ലാം നമ്മൾ നോക്കിയാൽ മതി. ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെ ചോദിക്കാം. ഇനി വേറെ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞു, ഒരു 1, 2, 3, 4 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണോ ആ രീതിയിൽ തന്നെ അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതും കൂടെ കിട്ടും. ഓക്കെ, ശരി. ഇപ്പം ഈ ഗിയർ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആ ബോക്സ് വരയ്ക്കുക അല്ലേ? ബോക്സ് വരയ്ക്കുക. സ്റ്റെപ്പ് നമ്പർ കണ്ടീഷൻ ഓഫ് മോഷൻ. ഇനിയിപ്പോൾ ആം, സ്പീഡ് ഓഫ് ആം, ആമിൻ്റെ പേര് എഫ്. അപ്പം എൻ എഫ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം ഇത്രയും ചെയ്തു. ഇനിയിപ്പോൾ ഏത് ഗിയറിൽ തുടങ്ങാം? എയിൽ തുടങ്ങാം അല്ലേ? എയിൽ തുടങ്ങിയിട്ട് പോവാം. അപ്പം സ്പീഡ് ഓഫ് ഗിയർ എ അതിനെങ്ങനെ കൊടുക്കാം? എൻ എ എന്ന് പറഞ്ഞു കൊടുക്കാം. അതിനുശേഷം എ തൊട്ടുകൊണ്ടിരിക്കുന്നത് സി അല്ലെങ്കിൽ ബി. ഞാൻ പറഞ്ഞല്ലോ ഈ കേസിൽ ബിയും സിയും ഏതാണ്ട് ഈക്വൽ ആണ്. ഈക്വൽ എന്ന് വെച്ചാൽ ഒരേപോലത്തെ സാധനം. അപ്പം നമ്മൾ രണ്ടെണ്ണത്തിന് എഴുതണ്ട, ഏതെങ്കിലും ഒരെണ്ണത്തിന് എഴുതിയാൽ മതി. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഇല്ലെങ്കിൽ ഈ ഒരു എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനിൻ്റെ ഒരു നോട്ടിംഗ് പോയിന്റ്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം കിട്ടിയാൽ അപ്പോൾ ഓർത്താണ് ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിന് എൻ ബി അല്ലെങ്കിൽ എൻ സി എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം എന്താണ്, ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ ഓരോന്നിനെ പ്രത്യേകം വെറുതെ എഴുതേണ്ടതില്ല. ഇതിനെ ഒറ്റ ഇതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ കിട്ടുവാണെങ്കിൽ അങ്ങനെ തന്നെ വിചാരിച്ചോണം. ഓക്കെ, അപ്പം സ്പീഡ് ഓഫ് ഗിയർ ബി അല്ലെങ്കിൽ സി, കാരണം രണ്ടും സെയിം ആണ്. അപ്പോൾ എൻ ബി എന്നും പറയാം, അല്ലെങ്കിൽ കോമ എൻ സി എന്ന് പറഞ്ഞും പറയാം. ഓക്കെ, ഇത് ഓറാണ്, അല്ല എൻ ബി ബൈ സി എന്നല്ല, ഇത് ഓറാണ്. എൻ ബി അല്ലെങ്കിൽ എൻ സി. ഇനിയിപ്പോൾ അടുത്ത എന്താണ്? ഇനിയിപ്പോൾ ഇത് തൊട്ടുകൊണ്ടിരിക്കുന്നത് എൻ ബി എന്ന് പറഞ്ഞാലും എൻ സി എന്ന് പറഞ്ഞാലും സെയിം ആണെന്നാണ് ഞാനിവിടെ പറയുന്നത്. എൻ ബി ഈസ് ഈക്വൽ ടു എൻ സി ആണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ഇനിയിപ്പോൾ അടുത്ത് നിന്ന് ഡി. ഡി എന്ന് പറയുമ്പോഴത്തേക്കും സ്പീഡ് ഓഫ് ഗിയർ ഡി, അതായത് എൻ ഡി. ഓക്കെ, അപ്പം ബോക്സ്. ഇനിയിപ്പോൾ എന്നാ വേണ്ടേ? 1, 2, 3, 4. ആം ഫിക്സഡ് ആണ്. +1 റെവല്യൂഷൻ ടു ഗിയർ. ആമിനപ്പുറം എഴുതിയിരിക്കുന്ന ഏതാണോ അത് എൻ എ. അപ്പോൾ 2 ഗിയർ. ഇനി അടുത്ത ആം ഫിക്സഡ് +X റെവല്യൂഷൻ ടു ഗിയർ എ. ഇനി ആഡ് Y ടു ഓൾ എലമെൻറ്റ്സ്, എന്നിട്ട് ടോട്ടൽ മോഷൻ. ഇത് എഴുതാൻ പഠിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഫിക്സഡാന്ന് പറഞ്ഞു, ഇത് 0, ഇത് 0. Y എന്ന് പറയുമ്പോൾ ഇത് +Y. അപ്പം ഇത് 0 + Y എന്ന് പറയുന്നത് 0 + Y എന്ന് പറയുന്നത് Y തന്നെ. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത സ്പീഡ് ഓഫ് ഗിയർ എ ഇതെന്ന് പറഞ്ഞാൽ +1, ഇത് +X, ഇത് +Y ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ X + Y. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത എൻ ബി ഓർ എൻ സി ഏതെങ്കിലും ഒരെണ്ണത്തിന് വിചാരിച്ചാൽ മതി. ഇപ്പോൾ എൻ ബി എടുക്കുക.
എൻ ബി എടുക്കാൻ നേരത്ത് എൻ എനെയും എൻ ബിനെയും കൂടെ വെച്ച് നോക്കാം. നമുക്ക് എൻ എനെയും എൻ ബിനെയും കൂടെ വെച്ച് നോക്കാം. അപ്പൊ നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ടത് എൻ ബി ആണ്. എൻ ബി അല്ലെങ്കിൽ എൻ സി, എൻ ബി എന്നും പറയാം, അതിന് എൻ സി എന്നും പറയാം. ഓക്കെ, അപ്പൊ എൻ ബി ബൈ എൻ എ എന്ന് പറഞ്ഞെടുത്തു. ഓക്കെ, ഇസ് ഈക്വൽ ടു ടി എ ബൈ ടി ബി. ഓക്കെ ആണോ? ശരി. ഇനി എൻ എ അപ്പുറം പോയി, അപ്പം എൻ എ എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതി. എൻ ബി ഇസ് ഈക്വൽ ടു ടി എ ബൈ ടി ബി ഇൻറ്റു എൻ എ. ഓക്കെ, അതിനകത്ത് എൻ എ എത്രയാണ്? +1. അപ്പം ടി എ ബൈ ടി ബി എന്ന് എഴുതിയാൽ മതി. ഇപ്പൊ എൻ സിയുടെ കാര്യം എടുത്താലും എൻ ബിയുടെ കാര്യം എടുത്താലും ടി എ ബൈ ടി ബി. ഇനി ഡയറക്ഷൻ, ഇത് ഇതിപ്പം ആന്റി ക്ലോക്ക് വൈസ് അല്ലേ? കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് ഞാൻ പ്ലസ് ആയിട്ട് എടുത്തിരിക്കുന്നത്, ക്ലോക്ക് വൈസ് ആണ് ഞാൻ മൈനസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പം ഇതിപ്പോൾ ഞാൻ പ്ലസ് എന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ്. എ ആന്റി ക്ലോക്ക് വൈസിൽ കറങ്ങിയാൽ ബി എങ്ങനെ കറങ്ങും? ക്ലോക്ക് വൈസിൽ കറങ്ങും. സിയും അതുപോലെ തന്നെ അല്ലേ? കാരണം രണ്ടും ഒന്നാമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അതിന് കാരണം എന്താ? ഇത് ഇങ്ങനെ കറങ്ങിയാൽ ഇതിങ്ങനെ കറങ്ങത്തുള്ളൂ, അതുപോലെ തന്നെ ഇതും. അപ്പം ഇതിനെ മൈനസ് ആയിട്ട് എടുത്തു. അപ്പം ഇത് കഴിഞ്ഞു. ഇനി സ്പീഡ് ഓഫ് ഗിയർ ഡി. ഗിയർ ഡി എന്ന് പറയുന്നത് ഇന്റേണൽ ടീത്ത് ആണ്. ഓക്കെ, ശരി. അപ്പം ഗിയർ ഡി, അപ്പൊ ഗിയർ ഡിയുടെ കണ്ടുപിടിക്കണമെങ്കിൽ കൂടുതലൊന്നും ആലോചിക്കണ്ട, എൻ ഡി ആണ് കണ്ടുപിടിക്കണം. അപ്പൊ എൻ ഡി എന്ന് പറഞ്ഞ് എഴുതുക. എൻ ഡി ആരുമായിട്ടാ തൊട്ടുകൊണ്ടിരിക്കുന്നത്? എൻ ബി തന്നെ എടുക്കാം, എൻ ബി ആയിട്ട് തൊട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എൻ ബി ഇസിക്കൽ ടു മറ്റേ രീതിയിൽ എങ്ങനെ എഴുതും? ടി ബി ബൈ ടി ഡി. ഓക്കെ, ഈ എൻ ബിനെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു എൻ ബി എന്ന് പറഞ്ഞാവും. ഓക്കെ, ഇപ്പൊ എൻ ഡി ഇസിക്കൽ ടു ടി ബി ബൈ ടി ഡി ഇൻറ്റു എൻ ബി. ഇനിയിപ്പോൾ എൻ ബി എത്രയെന്ന് കണ്ടുപിടിച്ചു ഓൾറെഡി. എന്തോന്ന്? ടി എ ബൈ ടി ബി എന്ന് കണ്ടുപിടിച്ചു. അപ്പൊ നമ്മൾ എഴുതുന്നത് ശരിയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വെട്ടിപ്പോകുമെന്ന്. നോക്കാം, ഉണ്ടോ? വെട്ടിപ്പോയി. അപ്പൊ എന്തോന്ന് വരും? ടി എ ബൈ ടി ഡി എന്ന് പറഞ്ഞു വന്നു. ശരിയല്ലേ? ഏത്? എൻ ഡി ഇസിക്കൽ ടു ടി എ ബൈ ടി ഡി. ഇനിയിപ്പോൾ ഡയറക്ഷൻ, ഇത് ഏത് ഡയറക്ഷനാണോ അതിൽ തന്നെ ആയിരിക്കും ഇതും കറങ്ങുന്നത്. കാരണം എന്നാ? ഇത് ഇന്റേണൽ ടീത്ത് അല്ലേ? അപ്പം മൈനസ് ടി എ ബൈ ടി ഡി. അത്രേ ഉള്ളൂ, സംഭവം കഴിഞ്ഞ അവിടെ തന്നെ. ഇനിയിപ്പോൾ എന്തോന്നാണ്? ഇതിനെ എക്സിറ്റ് കൊടുക്കുക, ടി എ ബൈ ടി ബി. അതുപോലെ ഇവിടെ -6 ടി എ ബൈ ടി ഡി. ഓക്കെ, ഇനി പ്ലസ് വൈ കൊടുക്കുക. ഇനിയിപ്പോൾ ഇതെങ്ങനെ വരും? -x ടി എ ബൈ ടി ബി പ്ലസ് എന്തോന്ന് വരും? വൈ. അതുപോലെ ഇവിടെ -x ടി എ ബൈ ടി ഡി പ്ലസ് വൈ. ഓക്കെ, അപ്പൊ എല്ലാത്തിൻ്റെ ഇക്വേഷൻ കിട്ടിയല്ലോ. ഇനിയിപ്പോൾ എന്നാ? തന്നിരിക്കുന്ന ഇതിനെ എടുത്തിട്ട് കൊടുത്താൽ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് അവർ ചോദിച്ചിരിക്കുന്നത് വെൻ എ മേക്സ് 1 റവല്യൂഷൻ, എ ഒരു റവല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ക്ലോക്ക് വൈസിൽ, അപ്പം എന്തോന്ന്? എൻ എ ഇസിക്കൽ ടു ചോദിച്ചിരിക്കുന്നത് എന്താണ്? പച്ച വെച്ചെഴുതാം. ആദ്യത്തെ കണ്ടീഷൻ. ഓക്കെ, ആദ്യത്തെ കണ്ടീഷൻ എന്നാ ചോദിച്ചിരിക്കുന്നത്? എൻ എ ഇസിക്കൽ ടു 1 റവല്യൂഷൻ ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസിന് ഞാൻ മൈനസ് ആയിട്ട് എടുത്തില്ല, അപ്പം -1 എന്ന് പറഞ്ഞ് എടുത്തു. എൻ എ ഇസിക്കൽ ടു -1. അതിൽ ഡി മേക്സ് ഹാഫ് എ റവല്യൂഷൻ ആന്റി ക്ലോക്ക് വൈസ്. ഡി എന്ന് പറയുന്നത് എൻ ഡി. അപ്പൊ എൻ ഡി എന്ന് പറയുന്നത് ഹാഫ് എ റവല്യൂഷൻ ആന്റി ക്ലോക്ക് വൈസിന് ഞാൻ പ്ലസ് ആയിട്ട്, അപ്പൊ എൻ ഡി ഇസിക്കൽ ടു ഹാഫ് എന്ന് പറഞ്ഞ് എടുത്തു. ശരി. എൻ എ എന്ന് പറയുന്നത് -1. എൻ എയുടെ ഇക്വേഷൻ എന്തോന്നാണ്? എക്സ് പ്ലസ് വൈ ഇസിക്കൽ ടു -1. ഇനി എൻ ഡിയുടെ ഇക്വേഷൻ എന്തോന്നാണ്? എൻ ഡി അതാണ് ഇത്, -x ടി എ ബൈ ടി ഡി പ്ലസ് വൈ ഇസിക്കൽ ടു ഹാഫ് എന്ന് പറഞ്ഞാണ്. ഇതിനകത്ത് ടി എയും ടി ഡി അറിയാലോ. -x ടി എ ബൈ 40/90 പ്ലസ് വൈ എന്ന് പറയുന്നത് ഹാഫ്. ഓക്കെ, ഇതിനകത്ത് എക്സ് പ്ലസ് വൈ ഇസിക്കൽ ടു -1 ആണെങ്കിൽ എങ്ങനെ എഴുതാം? എക്സ് ഇസിക്കൽ ടു -1 -y എന്ന് പറഞ്ഞ് എഴുതാം. അപ്പൊ ഇവിടെ എങ്ങനെ എഴുതും? -1 -y ഇൻറ്റു 40/90 പ്ലസ് വൈ ഇസിക്കൽ ടു ഹാഫ് എന്ന് പറഞ്ഞു വരും. അപ്പം ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കത്തില്ലേ? കാൽക്കുലേറ്ററിൽ അങ്ങനെ അടിച്ചു കൊടുത്താൽ പോരെ. എങ്ങനെ വരും? മൈനസ് അതേപോലെ തന്നെ അടിക്കുക, കൂടുതൽ ഡൗട്ടൊന്നും അടിക്കണ്ട. മൈനസ് എത്രയാണ്? വൈ, ആൽഫ വൈ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഇൻറ്റു കൊടുക്കുക, 40/90 കൊടുക്കുക, എന്നിട്ട് പ്ലസ് കൊടുക്കുക, ആൽഫ വൈ കൊടുക്കുക, എന്നിട്ട്
ആൽഫ ഈക്വൽ ടു കൊടുക്കുക, 1/2 ഇടുക, ഷിഫ്റ്റ് അടിക്കുക, സോൾവ് അടിക്കുക, 0 അടിക്കുക, ഈക്വൽ ടു കൊടുക്കുക. അപ്പം വൈൻ്റെ വാല്യൂ എത്ര കിട്ടി? 0.038 എന്ന് പറഞ്ഞ് കിട്ടും. എന്താണ് വൈൻ്റെ വാല്യൂ? അപ്പോൾ വൈൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കിട്ടുമല്ലോ. എക്സ് ഈസ് ഈക്വൽ ടു -1 മൈനസ് ഐ അല്ലേ. അപ്പം -1 മൈനസ് 0.038 ചെയ്യുമ്പോൾ എത്ര വരും? -1.038 എന്ന് പറഞ്ഞ് വരും എക്സിൻ്റെ വാല്യൂ. അതിൻ്റെ വാല്യൂ 0.038 എന്ന് പറഞ്ഞ് കിട്ടി. എൻ ബി അല്ലെങ്കിൽ എൻ സി രണ്ടും സെയിം അല്ലേ. എൻ ബി അല്ലെങ്കിൽ എൻ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചു, വൈൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇപ്പോൾ എൻ ബി എന്ന് പറയുന്നത് എന്തോന്നാണ്? -x TA/TB + y എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ടി ബിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പം എപ്പിസി ഇതിൻ്റെ അകത്തേക്ക് വരിക. ഓക്കെ, ഡിയുടെ ഡയമീറ്റർ, ഡിയുടെ റേഡിയസ്, അതായത് ഡിയുടെ റേഡിയസ് എന്ന് പറയുമ്പോൾ ഇവിടം വരെയുള്ള ഡിയുടെ റേഡിയസ്, അതിൽ നിന്ന് എയിൻ്റെ റേഡിയസ് കുറച്ചാൽ ബിൻ്റെ ഡയമീറ്റർ കിട്ടുമല്ലോ. അപ്പോൾ അതിനങ്ങനെ എഴുതുക. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡി ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡി ബി ഈസ് ഈക്വൽ ടു എന്തോന്നാണ്? ഇതിൻ്റെ ഡയമീറ്റർ ഡി, ഡയമീറ്റർ ഓഫ് ഡി, ഡയമീറ്റർ റേഡിയസ് ഓഫ് ഡി, ഡിയുടെ റേഡിയസ് മൈനസ് എന്തോന്ന്? എയിൻ്റെ റേഡിയസ് അല്ലേ. ഡി ബി എന്ന് പറയുന്നത് ഡിയുടെ റേഡിയസ് മൈനസ് എയുടെ റേഡിയസ്. അപ്പം ഈ ഒരു സംഭവം കിട്ടും. ഓക്കെ, അപ്പം ഇങ്ങനെ എഴുതി ഡി ബി ഇസ് ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് D/2 അതായത് റേഡിയസ് മൈനസ് ഡയമീറ്റർ ഓഫ് A/2 അതായത് എയുടെ റേഡിയസ്. അപ്പോൾ ഇനി ഇതിനെ ടീൻ്റെ ഫോമിൽ എഴുതുക. TB ഇസ് ഈക്വൽ ടു TD/2 മൈനസ് TA/2 എന്ന് പറഞ്ഞ് എഴുതുക. TD അറിയാലോ, 90/2 45 മൈനസ് TA എന്ന് പറയുമ്പോൾ 40/2 ഇസ് ഈക്വൽ ടു 40. ബാലൻസ് എത്ര കിട്ടും? 5 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ TB എത്രയാണ്? 5. അപ്പം അതെടുത്തിടുക. -x എന്ന് പറയുന്നത് -1.038 ഇൻറ്റു TA എന്ന് പറയുന്നത് 40/TB എന്ന് പറയുന്നത് 5 പ്ലസ് y എന്ന് പറയുന്നത് 0.038. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? -1.038 ഇൻറ്റു 40/5 പ്ലസ് 0.038 ചെയ്യാൻ നേരത്ത് -8.266 എന്ന് പറഞ്ഞ് വരും. ഇതാണ് എന്തോന്ന്? എൻ ബി അല്ലെങ്കിൽ എൻ സിയുടെ സ്പീഡ്, RPM. ഈ മൈനസ് എന്ന് പറയുന്ന സാധനം ഞാൻ കൗണ്ടർ ക്ലോക്ക് വൈസിനാണ് സൂചിപ്പിക്കുന്നത്. ക്ലോക്ക് വൈസ്. ഓക്കെ, അങ്ങനെയാണ്. ഇനിയിപ്പം when A makes one revolution clockwise, അതായത് എൻ എ എന്ന് പറയുന്നത് -1 ആണ്. ഡി സ്റ്റേഷനറി ആണ്. അതായത് എൻ ഡി എന്ന് പറയുന്നത് 0 ആണ്. സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് 0 ആണ്. അപ്പം എൻ ബി അല്ലെങ്കിൽ എൻ സിയുടെ ഇതെത്ര, സ്പീഡ് എത്രയാ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ എ ഇസിക്കൽ എന്ന് പറഞ്ഞാൽ എന്നയുടെ ഇക്വേഷൻ എന്താന്ന്? x + y. അപ്പം ഇവിടെ എഴുതുക x + y ഇസ് ഈക്വൽ ടു -1. അപ്പോൾ x ഇസ് ഈക്വൽ ടു -1 മൈനസ് y. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് അടുത്ത കണ്ടീഷൻ എന്നാ? ഡി സ്റ്റേഷനറി, എൻ ഡി ഇസ് ഈക്വൽ ടു 0. അപ്പം -x TA/TD പ്ലസ് y ഇസ് ഈക്വൽ ടു 0. TA എത്ര? 40. TD എത്ര? 90. -x എന്ന് പറയുമ്പോൾ -1 മൈനസ് y
പ്ലസ് വൈ എന്ന് പറയുന്നത് നമുക്ക് കിട്ടി പറയുന്നത് തന്നെ ഈക്വൽ ടു 0. ഇനി ഇതിപ്പോൾ ഇക്വേഷൻ 1 എന്ന് നമ്മൾ എടുത്തു. ഇതിനെ നമ്മൾ സോൾവ് ചെയ്യാമല്ലോ, ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ കൊടുത്ത് സോൾവ് ചെയ്യാം. അപ്പം ബ്രാക്കറ്റിൻ്റെ അകത്ത് -1 മൈനസ് ആൽഫ വൈ പിന്നെ ബ്രാക്കറ്റ് ഇട്ടു ഇൻറ്റു 40/90 പ്ലസ് വൈ ആൽഫ വൈ എന്നിട്ട് ആൽഫ ഇസ് ഈക്വൽ ടു പിന്നെ 0 അടിച്ചിട്ട് നമ്മൾ ഷിഫ്റ്റ് അടിച്ച് സോൾവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈൻ്റെ വാല്യൂ കിട്ടും. വൈൻ്റെ വാല്യൂ എനിക്ക് കിട്ടി വൈ ഇസ് ഈക്വൽ ടു 0.8 എന്ന് പറഞ്ഞ് കിട്ടി. അതാണ് വൈൻ്റെ വാല്യൂ. ഇനി വൈൻ്റെ വാല്യൂ കൊണ്ടുവന്ന് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്താൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടത്തില്ലേ? അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു -1 മൈനസ് 0.8. അപ്പം എത്ര വരും? -1 മൈനസ് 0.8 എന്ന് പറയുന്നത് -1.8 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂയും കിട്ടി, വൈൻ്റെ വാല്യൂയും കൂടെ കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് അവരെന്താ ചോദിച്ചിരിക്കുന്നത്? NB അല്ലെങ്കിൽ NCയുടെ സ്പീഡ് ഓഫ് റൊട്ടേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ NB അല്ലെങ്കിൽ NCയുടെ ഇക്വേഷൻ നമ്മൾ നോക്കുക. ഇതാണ് ഇക്വേഷൻ. അപ്പം -x TA/TB പ്ലസ് y എന്നുള്ളതാണ് ഇക്വേഷൻ. NA അല്ലെങ്കിൽ NB അല്ലെങ്കിൽ NC. അപ്പോൾ അതിൻ്റെ എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. -1.8 അത് തെറ്റിപ്പോകരുത്. പിന്നെ TA എന്ന് പറയുന്നത് 40/TB. TB എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചു. TB എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചു 5 പ്ലസ് y എന്ന് പറയുന്നത് 0.8. ഇത് നമ്മൾ കാൽക്കുലേറ്ററിൽ അങ്ങനെ കൊടുക്കുക, വാല്യൂ കിട്ടും. -1.8 ബ്രാക്കറ്റ് ഇൻറ്റു 40/5 പ്ലസ് 0.8. -15.2 അതാണ് നമുക്ക് ആർക്കും കിട്ടിയിരിക്കുന്നത്. 15.2 ഇത് കിട്ടിയിരിക്കുന്ന വാല്യൂ പോസിറ്റീവാണ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എടുത്തിരിക്കുന്ന കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് ഇതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇത്രേ ഉള്ളൂ. തേർഡ് മൊഡ്യൂൾ ഇത്രേ ഉള്ളൂ. അപ്പം ഗിയറും ഗിയർ ട്രെയിനും എന്ന് പറഞ്ഞാൽ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ വരാൻ നേരത്ത് ചെയ്യാനുള്ളത് അത് ആ ഒരു രീതിയിൽ ചെയ്യണം. ഗിയർ എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഇക്വേഷൻസ് പഠിച്ചു വെച്ചിട്ട് അതിനെ കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുത്ത് ആ ഒരു രീതിയിൽ കൊണ്ടുവരണം. പിന്നെ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് കുറച്ച് ഇത് കണക്ക് ചെയ്യുന്ന പോലെ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാം ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സില്ലേ അതിന് ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് കാണും. അപ്പം നിങ്ങളിത് കാണുന്നവർ ഉറപ്പായിട്ടും ആ ക്വസ്റ്റ്യൻസും കൂടെ നോക്കണം. ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഓരോ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനിനെയും അവരെങ്ങനെയാണ് എടുത്തിരിക്കുന്നത്, ആ ബോക്സ് വരയ്ക്കാൻ നേരത്ത് ഏതൊക്കെ ഓറാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ആകപ്പാടെ ഞാൻ പറഞ്ഞല്ലോ 1 2 3 4 ഒരു 4 അല്ലെങ്കിൽ ഒരു 5 പാറ്റേണൊക്കെ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനിൽ വരത്തുള്ളൂ. അത് തന്നെയാണ് പിന്നെ റിപ്പീറ്റ് അടിച്ചും ചെറിയ ഒരു വ്യത്യാസമൊക്കെ കൊണ്ടുവന്ന് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 4-5 പാറ്റേൺ മാത്രം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് സുഖമായിട്ട് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ തേർഡ് മോഡ്യൂൾ. താങ്ക് യു.